ഇന്ന് എവേ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരുവിനെ നേരിടുകയാണല്ലോ. നിലവിലെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം വലിയ അഗ്നിപരീക്ഷണമാണ്. 10 കളികളിൽ നിന്ന് 6 ജയവുമായി ബംഗളൂരു 2ാം സ്ഥാനത്താണ്. 2 കളികൾ തോറ്റു. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ 10 കളികളിൽ നിന്ന് 3 ജയവുമായി 10ാം സ്ഥാനത്തും 5 കളികളാണ് തോറ്റത്. ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരുവിനോട് തോറ്റിരുന്നു. ഇതിന് പകരം വീട്ടുകയും വേണം. എന്നാൽ ഇത് സാധ്യമാകുമോ? കാരണം ബംഗളൂരുവിലെ ശ്രീകണ്ഠിരവ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മലയാണ്. ഹോം ഗ്രൗണ്ടിൽ ആരാണ് ശക്തർ? ബംഗളൂരുവാണോ ബ്ലാസ്റ്റേഴ്സ് ആണോ? നമ്മൾ പറയാറുണ്ട് കൊച്ചി എതിരാളികൾക്ക് നരകമാണെന്നൊക്കെ. കാണികളുടെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. എന്നാൽ വിജയങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിലോ? നമുക്ക് ഇരു ടീമുകളുടെയും ഹോം ഗ്രൗണ്ടിലെ പ്രകടനം ഒന്ന് പരിശോധിക്കാം. 58 മത്സരങ്ങളാണ് ബംഗളൂരു ഹോം ഗ്രൗണ്ടായ ശ്രീകണ്ഠേരവയിൽ ഇതുവരെ കളിച്ചത്. 33 മത്സരങ്ങൾ ജയിച്ചു. 11 കളികൾ സമനിലയായി. 9 കളികൾ തോറ്റു. അതായത് 20 മത്സരങ്ങളിൽ എതിരാളികൾ ബംഗളൂരുവിനെ ജയിക്കാൻ സമ്മതിച്ചില്ല. അതേസമയം ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ 78 മത്സരങ്ങളാണ് കൊച്ചിയിൽ കളിച്ചത്. 33 വിജയങ്ങൾ, 22 സമനിലകൾ, 23 തോൽവികൾ. സമനിലയേക്കാൾ കൂടുതലാണ് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ തോറ്റത്. 45 മത്സരങ്ങളിൽ എതിരാളികൾ ബ്ലാസ്റ്റേഴ്സിനെ ജയിക്കാൻ സമ്മതിച്ചിട്ടില്ല. വിജയിച്ച കളികളേക്കാൾ കൂടുതൽ എതിരാളികൾ കൊച്ചിയിൽ നിന്ന് പോയിന്റുമായി മടങ്ങിയിട്ടുണ്ട്. അതായത് ഒന്നാഞ്ഞു പിടിച്ചാൽ ആർക്കും കൊച്ചിയിൽ പോയിന്റുമായി മടങ്ങാം. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ആരാണ് ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും ശക്തർ? ശ്രീകണ്ഠേരവയിലെ ബംഗളൂരുവാണോ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ?